സ്വാമി ശരണം. 2025 മണ്ഡല പൂജ തുടങ്ങിക്കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ തീർത്ഥാടകരുടെ അനിയന്ത്രിതമായ തിരക്ക് കാരണം ദർശനം കിട്ടാതെ മടങ്ങിയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം 1,00,000-ൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏതാണ്ട് 1998-99 കാലഘട്ടത്തിൽ, അതായത് 25 വർഷം മുമ്പ് തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നതാണ്. ആ സമയത്ത് അതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. അതിന് മുൻപ് നടന്നിരുന്നു, അതിന് ശേഷവും നടന്നിരുന്നു. അപ്പോൾ 1,00,000-ൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ശബരിമലയ്ക്ക് ഒരു കാലത്തും ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കഴിഞ്ഞ്. അതുമാത്രമല്ല, എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ 18-ാം പടി കയറി പോകാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം ഇന്നലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് മാത്രമാണ് 18-ാം പടി കയറി പോകാനായിട്ട് സാധിക്കുന്നത്. 2 വശത്തു നിന്നും പോലീസുകാർ 2 പേരിങ്ങനെ പിടിച്ച് പൊക്കി മുകളിലേക്ക് എടുത്ത് മാറ്റുന്ന സമയത്ത് അവർക്ക് പരമാവധി 2 പേരെയാണ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പടിയിൽ 4 പേർക്ക് മാത്രമാണ് അവിടെ നിൽക്കാനുള്ള ഒരു അവസരമുള്ളൂ. പോലീസുകാർ ഒരു സൈഡിൽ കുറച്ചങ്ങോട്ട് മാറി നിന്ന് ചെയ്താലും 2 പേരാണ് ആ അവസാനത്തെ 18-ാമത്തെ പടി കയറി പോകുന്നത്. അതിനിടയ്ക്ക് താഴെയും 2 പേര് തന്നെയാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 60 മുതൽ 62 പേര് വരെ മാത്രമേ ഇതിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം 3720, വേണമെങ്കിൽ ഒരു 3800 തീർത്ഥാടകർക്ക് മാത്രമേ 18-ാം പടി കയറാനായിട്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 18 മണിക്കൂറോളം നട തുറന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. 15 മണിക്കൂറും 16 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂട്ടി രാത്രി 11 മണി വരെ ദർശനം നീട്ടി പുലർച്ചെ 4 മണിക്ക് തുറക്കുന്ന അവസ്ഥ വരെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 18 മണിക്കൂർ ഒരു ദിവസം തുറന്ന് വയ്ക്കുകയാണെങ്കിൽ പോലും 66,900, അതായത് 67,000 തീർത്ഥാടകർക്ക് മാത്രമേ ഒരു ദിവസം 18-ാം പടി ചവിട്ടി മുകളിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ. ഈ 67,000 പേർ മാത്രം കയറാൻ പറ്റുന്ന സ്ഥലത്താണ് 1,17,000 പേര് 17-ാം തീയതിയോ ഒക്കെ അവിടെ കയറിയിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ദർശനം ഉണ്ടാവുക, ദർശനം കിട്ടാനുള്ള സാധ്യത തീരെയില്ല. അവിടെ എല്ലാം വലിയ തിക്കും തിരക്കിലും ജനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ സന്നിധാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ക്യൂവിലൊന്നും ക്യൂ കൂടാതെ ആളുകൾ മുഴുവൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവരെല്ലാം 18-ാം പടിയുടെ താഴെ ഇങ്ങനെ നിറഞ്ഞ തിക്കും തിരക്കുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ തിക്കും തിരക്കും കൂടി നിൽക്കുന്നത് കണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് എന്തിനാണ് ആളുകളെല്ലാം തിക്കി തിരക്കി കുത്തി നിറച്ച് സന്നിധാനത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു മുന്നൊരുക്കങ്ങൾ ഈ പറഞ്ഞ തീർത്ഥാടകരുടെ നിയന്ത്രണത്തിൽ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഒന്ന്. രണ്ടാമത്തെ, പ്രായോഗികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരിലൊക്കെ തന്നെ അവർക്ക് ഇതിന് മുന്നുള്ള പരിചയം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 18-ാം പടിയിലെ ആളുകളെ കയറ്റിവിടുന്ന ചുമതല ഇതിന് മുൻ വർഷങ്ങളിൽ പരിചയസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണം നിയോഗിക്കാൻ. എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളുകളെയാണ് ഈ 18-ാം പടിയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പേര് മാത്രം കയറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ശരിക്കും ശരാശരി ഒരു 70 മുതൽ 80 പേര്, പരമാവധി ഒരു 90 പേര് വരെയൊക്കെ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മിനിറ്റിൽ 60 പേര് എവിടെ നിൽക്കുന്നു, 90 പേര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ സമയങ്ങൾ മുഴുവൻ എങ്ങനെ വരുന്നുമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കണക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 70,000 പേരാണ്. അതുകൊണ്ടാണ് വിർച്വൽ ക്യൂവിൽ 70,000 പേര് എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ സ്പോട്ട് ബുക്കിങ്ങിൽ 10,000 പേരെ വരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അത് 20,000, 27,000, 30,000 പേരെയൊക്കെ കയറിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ വരുമ്പോൾ 1,00,000 കടന്നു. അതുകൂടാതെ വിർച്വൽ ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്തവരും അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് ബുക്ക് ചെയ്തവരും ഒക്കെ മുൻകൂട്ടിയും പിന്നീടൊക്കെ ആയിട്ട് വന്ന് കൂടി ചേർന്ന ആളുകളുണ്ട്. ഇത് തന്നെ 1,00,000 കടന്നു എന്നുള്ളതാണ് കണക്ക്. ഇത് കൂടാതെ അവിടെ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ താൽക്കാലിക വേതനത്തിനായിട്ട് ശബരിമലയ്ക്ക് വന്നു പോകുന്ന കുറേ ഉദ്യോഗസ്ഥരും അനൗദ്യോഗികമായിട്ടുള്ള കുറേ ആളുകളുണ്ട്, തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നാട്ടുകാരെയും എല്ലാം ഇതിനകത്ത് കൂടെ തള്ളിക്കയറ്റി വിടുന്ന സംഗതികൾ അവിടെയുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ട് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് കയറ്റി വിടുന്ന ചില ശീലങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 1,00,000 കടക്കുന്നത് വെറുതെ അല്ല, സ്വാഭാവികമായിട്ട് 1,00,000 കടക്കും.
പിന്നെ ഇതിനു മുമ്പ് നടന്ന ഹിൽ ടോപ്പ് ദുരന്തമാണെങ്കിലും വടംപൊട്ടി ആളുകൾ മരണപ്പെട്ട സംഭവങ്ങളാണെങ്കിലും വടംപൊട്ടി ആളുകൾക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയ സംഭവങ്ങളൊക്കെ ഈ 90കളിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. അപ്പോഴൊക്കെ അതിൻ്റെ അടിയന്തരമായിട്ടുള്ള സഹായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എങ്ങനെയാണ് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠനം നടത്തിയിരുന്നു. നമ്മുടെ പഠനത്തിൽ വൃശ്ചികം 1 മുമ്പേ തന്നെ തലേ ദിവസം തന്നെ വൈകുന്നേരം നട തുറക്കും. അപ്പോൾ അതിന് ഒരു ദിവസം മുന്നേ തന്നെ നമ്മൾ പഠനങ്ങൾ നടത്തുകയാണ് എത്ര പേര് സന്നിധാനത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളവിടെ സജ്ജമായിരിക്കും. നട തുറക്കുന്ന ദിവസം ഈ ക്യൂവിലൂടെ എത്ര പേര് കടന്നു പോകുന്നു എന്നുള്ളത് 18-ാം പടിയുടെ 2 വശങ്ങളിലായിട്ട്. ഒന്ന് നമ്മുടെ പമ്പയിൽ നിന്നും നീലിമല വഴി മരക്കൂട്ടം വഴി സന്നിധാനത്തിലേക്ക് കയറി വരുന്ന ആളുകൾ. മറ്റൊന്ന് നമ്മുടെ കുമളി വഴി വണ്ടിപ്പെരിയാർ വഴി പുല്ലുമേട് വഴി താഴെ ഇറങ്ങി വരുന്ന വഴി. അപ്പോൾ അങ്ങനെ 2 വഴികളാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രദേശത്തെയും ആളുകളെ കണക്കൂട്ടുന്ന ഒരു പഠന പ്രക്രിയയാണ് നമ്മൾ നടത്തിയത്. 4 വർഷത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ ചെറിയ കുട്ടികളും കുറച്ച് മുതിർന്ന അമ്മമാരും എല്ലാം ഒക്കെയാണ് വന്നു പോകുന്നതായിട്ട് നമുക്ക് ശ്രദ്ധപ്പെട്ടിട്ടുള്ളത്. അതായത് വലിയ തിരക്ക് വരുന്നതിന് മുന്നേ തന്നെ ദർശനമൊക്കെ കണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികളെല്ലാം ഒരുപാടെണ്ണം അതിനകത്തുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ ഒരു മാസം ഈ 41 ദിവസത്തെ വ്രതമൊന്നും ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാവണമെന്നില്ല. 7 ദിവസത്തെയോ 10 ദിവസത്തെയോ ഒക്കെ ആയിട്ടെങ്കിൽ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ 21 ദിവസം എടുത്തിട്ടുണ്ടാവും. ചിലർ ഒരു മാസം മുന്നേ തന്നെ എടുത്ത് അല്ലെങ്കിൽ 41 ദിവസമൊക്കെ എടുത്ത ആളുകളെ കാണും. പക്ഷേ ഭൂരിപക്ഷവും ഈ 1-ാം തീയതി കണക്കാക്കിക്കൊണ്ട് വരുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം വളരെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അപ്പോഴും ഒരു 70,000-80,000 ആളുകൾക്ക് മാത്രമേ അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അവിടുത്തെ സംവിധാനങ്ങൾ എത്ര തന്നെ ഒരുക്കിയാലും ഇത്രയും കുറച്ച് ആളുകൾ മാത്രമേ കടത്തിവിടാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസങ്ങൾ ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് കുറഞ്ഞു തുടങ്ങും. പിന്നീടുള്ള വീണ്ടും നമുക്ക് അടുത്ത തിരക്ക് വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ ആഴ്ചകളുടെ അവസാനങ്ങൾ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ശനി എന്ന് പറയുന്നത് ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച ഒരു വിശേഷപ്പെട്ട ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ചയും പിന്നെ ഞായറാഴ്ച ഒരു അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് അത് കണക്കാക്കിക്കൊണ്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഒരു ചെറിയൊരു ഹൈക്ക് അവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ബുധനാഴ്ച എന്ന് പറയുന്നതും സ്വാമി അയ്യപ്പന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ബുധനാഴ്ചകളിലും ചെറിയൊരു പീക്ക് കാണാറുണ്ട്. അപ്പോൾ തിരക്ക് കുറവുള്ള ദിവസം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിങ്കൾ, ചൊവ്വ, അതുപോലെ വ്യാഴം, വെള്ളി, ഈ പറഞ്ഞ ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് പൊതുവെ സന്നിധാനത്ത് തിരക്ക് പൊതുവെ കുറഞ്ഞ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വിർച്വൽ ക്യൂ ബുക്കിങ്ങിന് ശേഷം വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചൊവ്വ, വ്യാഴം, വെള്ളിയൊന്നും ചിലപ്പോൾ അതിന് കണക്കിലെടുക്കാൻ പറ്റില്ല. കാരണം ആൾറെഡി കിട്ടുന്ന സ്ലോട്ടിൽ കയറുക എന്നുള്ളത് മാത്രമേ ഇനിയിപ്പോൾ നടക്കുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ എപ്പോഴും ഈ പറഞ്ഞ ഹോളിഡേയ്സിനെ പ്രമാണിച്ചിട്ടായിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക. അവിടെ നമുക്ക് കൈവിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ 18-ാം പടിയിൽ ഈ പറഞ്ഞ 62 പേരെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ദർശന സൗകര്യം ഒരുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് ഈ വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ അന്നത്തെ കണക്ക് പ്രകാരം 40 ലക്ഷമാണ് ശരാശരി കിട്ടിയിട്ടുണ്ടായിരുന്നു. 42 ലക്ഷം ഒരു വർഷം ഉണ്ടായിരുന്നു, പിന്നെ ഒരു വർഷം 40 ലക്ഷത്തി ശിഷ്ടം ഉണ്ടായിരുന്നു, വേറൊരു വർഷം 39 ലക്ഷം ഉണ്ടായിരുന്നു, പിന്നെ 37 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെ ഒരു കുറവ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ 25 വർഷം മുമ്പ് പഠിച്ച സമയത്ത് ഈ തിരക്ക് കാരണം സ്വാമിമാർക്ക് ദർശനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ വന്നു കഴിഞ്ഞാൽ ദർശനം കിട്ടാത്തത് കൊണ്ട് തന്നെ മാസപൂജകൾക്ക് വന്ന് ദർശനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു കുറവ് വരുന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ പിന്നെ അതിനുശേഷം 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ജനസംഖ്യ കൂടി എന്നുള്ളത് കൊണ്ട് പ്രൊപ്പോർഷനായിട്ടായിട്ടുള്ള ദർശനത്തിനുള്ള ആളുകളുടെ എണ്ണവും കൂടും. അപ്പോൾ അത് ശബരിമല മറ്റ് വിഷയങ്ങളായ ഒന്നും ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പൊതുവെ തീർത്ഥാടകരുടെ എണ്ണം അല്പം കൂടുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക്, അതായത് 2024 കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24-25 കണക്ക് നോക്കിയാൽ 48 ലക്ഷം പേര് വന്നു എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ നിന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് സീസൺ എന്ന് പറയുന്നത് ആദ്യത്തെ 41 ദിവസവും പിന്നീട് ഇത് മണ്ഡലകാലം 41 ദിവസവും, അത് വൃശ്ചികം 1 മുതൽ മണ്ഡല പൂജ കഴിഞ്ഞ് അത് ഏകദേശം ഒരു ഡിസംബർ 20-28 കൂടിയിട്ട് അത് തീരും. അത് കഴിഞ്ഞ് 2-3 ദിവസം ഫുൾ ക്ലോസിംഗ് ഡേ ആണ്. അതിനുശേഷം ജനുവരി 1 മുന്നേ, അതായത് ഡിസംബർ 31 വൈകുന്നേരം നട തുറക്കുന്ന 1-ാം തീയതി നട തുറക്കുന്ന ഒരു സംഭവമുണ്ട്.
അപ്പോൾ അത് മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസവും ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ടൈമാണ്. അപ്പോൾ ഈ 2 സീസണും കൂടിയിട്ട് ഏകദേശം ഇത് 41 അതിലൊരു 20, അപ്പോൾ മൊത്തം ഒരു 61 ദിവസമാണ് ദർശനത്തിനുള്ള അവസരം അവിടെയുള്ളൂ. അപ്പോൾ നമ്മുടെ കണക്കെടുപ്പ് നടത്തിയത് ഈ പറഞ്ഞ ക്ലോസിംഗ് ഡേറ്റിലും ഈ വരുന്ന ആളുകളുടെ എണ്ണം, അതായത് ഇവിടെ വന്ന് തങ്ങി നിൽക്കുന്ന ആ ഒരു പാറ്റേൺ കണക്കാക്കിക്കൊണ്ടുള്ള എത്ര പേർ കയറുന്നു എന്നുള്ള കണക്കെടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ 40 ലക്ഷത്തിൻ്റെ കണക്ക് ഏകദേശം ശരാശരി പറഞ്ഞു വന്നത്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലത്താണെങ്കിൽ പോലും ഈ രീതി നമ്മൾ തുടരുകയാണെങ്കിൽ അവിടെ പരമാവധി ഉൾക്കൊള്ളാവുന്ന നമ്പർ എന്ന് പറയുന്നത് 62 പേരെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 40 ലക്ഷം പേര് മാത്രമേ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അതായത് 62 പേർ ഒരു മിനിറ്റിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ 37,000 ശേഷം ആളുകൾ വരും. ഒരു ദിവസം, അതായത് 18 മണിക്കൂർ നമ്മൾ നടത്തുന്നു വയ്ക്കുകയാണെങ്കിലും 67,000 പേരാണ് പരമാവധി വരാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 61 ദിവസത്തിൻ്റെ കണക്കുകൊണ്ട് 40,84,560 പേർക്കാണ് അവിടെ ദർശനം നടത്താൻ സാധിക്കുള്ളൂ. പക്ഷേ അതുകൊണ്ട് നിൽക്കില്ല, കാരണം അതിലും കൂടുതൽ ആളുകൾ വരും. കഴിഞ്ഞ വർഷം 48 ലക്ഷം വന്നു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 48 ലക്ഷം നമ്മൾ ഒരു 50 ലക്ഷമെങ്കിലും നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ദർശന സമയം മുഴുവനും തീർത്ഥാടകർ വന്നു പോവുകയാണെങ്കിൽ നമ്മളൊരു 70 പേരെങ്കിലും അവിടെ കയറുന്ന രീതിക്ക്, ശരാശരി ഒരു 70 പേരെങ്കിലും ആവറേജ് 18-ാം പടി ചവിട്ടുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഒരുക്കണം. അതായത് 80 പേരുടെ കണക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 4,800-ഓളം പേര് ഒരു മണിക്കൂറിൽ കയറും. 90 പേരാണ് കയറുന്നതെങ്കിൽ 5,400 പേരാണ് ഒരു മണിക്കൂറിൽ കയറാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80 പേർ കയറുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഏകദേശം 86,000 പേർക്കാണ് ഒരു ദിവസം കയറാനായിട്ട് സാധിക്കുന്നത്. 86,000 അത് അതിൻ്റെ ഒരു അപ്പർ ലിമിറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ ഫുൾ ടൈം 18 മണിക്കൂറും ഫുൾ ടൈം നമ്മൾ കയറ്റിവിടുന്ന രീതിക്കാണെങ്കിൽ മാത്രമാണ് ഒരു 97,000 പേരെ ഒരു ദിവസം കയറ്റിവിടാനായിട്ട് സാധിക്കുള്ളൂ. അത് കയറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ നമ്മളൊരു ശരാശരി ഒരു 80,000 പേരെ മാത്രമേ ഒരു ദിവസം കയറ്റിവിടാൻ സാധിക്കുള്ളൂ എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം ബോർഡും അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ നമ്മുടെ പഠനവുമായി ബന്ധപ്പെടുത്തി കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അനലൈസ് ചെയ്ത് പറയുകയാണ്, ഒരു 86,000 അല്ലെങ്കിൽ 90,000 പേര് കൂടുതൽ കടത്തിവിടാൻ പറ്റാത്ത ഒരു മീൻസ് ആ നിലയ്ക്ക് നിലനിർത്തുകയാണെങ്കിൽ മാത്രമാണ് 18-ാം പടി കയറ്റിവിടാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഈ പറഞ്ഞ ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഈ 61 ദിവസവും കൂടെ അവിടെ ദർശനം കൊടുക്കാൻ പറ്റുന്നത് 52 ലക്ഷം ആളുകൾ മാത്രമാണ്. 52,70,000 ആളുകൾ മാത്രമാണ് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അത്രയും പേര് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അത്രയും പേരെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 18-ാം പടി കയറ്റി ഒരു ദർശനം കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിനിടയ്ക്ക് സ്റ്റാഫിൻ്റെ പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ ഒരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഇവരുടെ ഡ്യൂട്ടി ചേഞ്ചിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അതുപോലെ ഈ നടയടപ്പുമായി ബന്ധപ്പെട്ട സമയക്രമീകരണങ്ങൾ, ഉച്ചപൂജയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇടയ്ക്ക് അടയ്ക്കുന്നു, തുറക്കുന്നു. അപ്പോൾ ഇതൊന്നും ഈ 18-ാം പടി ചവിട്ടുന്നതുമായിട്ട് ബന്ധമില്ല. പക്ഷേ തീർത്ഥാടകർ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര തന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ മല ചവിട്ടി അതുപോലെ 18-ാം പടി കയറി സന്നിധാനത്ത് സോപാനത്ത് എത്തിയാലും ദർശനം കിട്ടുന്നില്ല, സ്വാമി അയ്യപ്പൻ്റെ ദർശനം കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷയം. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കൂടുതൽ സംഭവിച്ചത്. അതുകൊണ്ട് ദർശനം കിട്ടാനുള്ള സാധ്യതയില്ല, മരിച്ചു പോകും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആളുകൾ തിരിച്ചു പോകുന്നത്. ഇനി അഥവാ കയറി കഴിഞ്ഞാൽ തന്നെ തീർത്ഥാടകരുടെ ഫീഡ്ബാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദർശനം കിട്ടിയില്ല എന്നാണ് പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ 18-ാം പടി കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ഓവർ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മുകളിലുള്ള ഒരു പാസേജിലൂടെ കടന്ന് ഈ നമ്മുടെ സോപാനത്തെ ചുറ്റിയിട്ട് വീണ്ടും അവിടെ സന്നിധാനത്തിലേക്ക് തന്നെ കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലൈനല്ല പോകുന്നത്, അവിടെ ഏകദേശം ഒരു 6-7 ലൈനോളം തീർത്ഥാടകർ പോകുന്നുണ്ട്. 2 ബാരിക്കേഡാണ് വെച്ചിരിക്കുന്നത്. ഒരു ബാരിക്കേഡ് തന്നെ 2 പേർക്ക് പോകാനേ സാധിക്കുള്ളൂ. പക്ഷെ അതിനകത്ത് 3 പേര് തള്ളിക്കയറ്റി വിടും. തൊട്ട് പുറകിലുള്ളത് 3 പേർക്ക് പോകാൻ സാധിക്കുള്ളൂ. അതിനകത്ത് ഒരു 4 പേരെങ്കിലും തള്ളിക്കയറ്റി വിടും. ഇതല്ലാതെ VIP-മാരും മറ്റേതൊക്കെ നിൽക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ തന്നെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരുന്ന സാധാരണപ്പെട്ട തീർത്ഥാടകർക്ക് ഈ പറഞ്ഞ ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കി ദർശനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ പുറകിൽ നിൽക്കുന്ന 7-ാമത്തെ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ 6-ാമത്തെ ലൈനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ തോളിൽ ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ ദർശനം
മുടങ്ങും. ചിലരുടെ തലയിൽ ചിലപ്പോൾ ഇരുമുടിക്കെട്ട് ഭഗവാനെ കാണിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൻ്റെ മറവിൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ ചിലർ ഈ വലിയ അലുമിനിയം പാത്രവും ഇതൊക്കെ ആയിട്ട് നെയ്യ് അഭിഷേകത്തിനുള്ള പാത്രവും മറ്റ് സാധന സാമഗ്രികളൊക്കെ തലയിൽ വെച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അവിടെ കൃത്യമായ ദർശനം കിട്ടാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ 1 സെക്കൻഡിൻ്റെ ഫ്രാക്ഷനിൽ മാത്രമേ അവിടെ ദർശനം കിട്ടുള്ളൂ. 1 സെക്കൻഡ് കിട്ടുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. അപ്പോൾ അതുപോലും കിട്ടാതെ വരുന്ന ആളുകളാണ് ഏകദേശം, എൻ്റെ അറിവിൽ ഒരു ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു പകുതിയിൽ കൂടുതൽ, ഒരു 60% ആളുകളും കൃത്യമായ ദർശനം കിട്ടാതെ വരുന്ന ആളുകളാണ്. പിന്നെ അവർക്ക് ദർശനം കിട്ടണമെങ്കിൽ അവർ ഈ പറഞ്ഞ അപ്പുറത്ത് മാളിപ്പുറമൊക്കെ കറങ്ങി വന്ന് പിന്നെ വടക്കേ നടയിലൂടെയൊക്കെ കറങ്ങി വന്ന് വീണ്ടും 2-3 പ്രാവശ്യം അതിലൂടെ വരുന്ന സമയത്താണ്, അതായത് തൃപ്തിയാവാതെ വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ തിരക്ക് വീണ്ടും കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്കും അത് ദർശനം കിട്ടാത്ത ഒരു സാഹചര്യം എന്നുള്ളത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 18-ാം പടി കയറിപ്പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി 18-ാം പടി കയറാതെ ഇരുമുടിക്കെട്ട് ഇല്ലാതെ വരുന്ന ആളുകളെ സംബന്ധിച്ച് വടക്കേ നടയിലൂടെ കയറി വരാം. അവരും ഈ പറഞ്ഞ ഈ ക്യൂ കോംപ്ലക്സിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ ഇതിനകത്ത് കയറി വരുമ്പോൾ, അതായത് ഇരുമുടിക്കെട്ടൊന്നുമില്ല, മറ്റു മാലയിട്ടിട്ടില്ല, എങ്കിലും സ്വാമി ദർശനം കിട്ടണം എന്നുള്ള ആളുകൾ കയറി വരുമ്പോൾ അത് ഈ വീണ്ടും ഇതുപോലെ ഒരു സമ്മർദ്ദത്തിലേക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ എടുക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 18-ാം പടിയിൽ 4 തീർത്ഥാടകരെങ്കിലും മുകളിൽ കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റിയാൽ, പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, തീർത്ഥാടകർ തനിയെ കയറുമായിരുന്നു, അപ്പോൾ ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരുപാട് ഇപ്പോൾ 2 പേര്, ഇപ്പോൾ 2 പോലീസുകാർ 2 വശങ്ങളൊന്നും വലിച്ചു കയറ്റി വിടുന്ന സമയം മതി ഈ 4 പേര് സുഖമായിട്ട് കയറാനായിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ തന്നെ ആവും. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം പോലീസുകാർ കൈവച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ പോലീസുകാരെ സൈഡിൽ സുഖമായിട്ട് അവിടെ നിന്നാൽ മാത്രം മതി. ബാക്കി തീർത്ഥാടകർ അവരുടെ വഴിയെ അവർ കയറിപ്പോയിക്കോളും. അപ്പോൾ ഒരേ സമയത്ത് 4 പേർ കയറിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ 18-ാം പടി നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഈ പറഞ്ഞ പ്രഷറൊന്നും കൂടാതെ അവർ 18-ാം പടി കയറി പോകാനും സാധിക്കും. പിന്നെ നിലവിലുള്ള സംവിധാനത്തിൽ ഉള്ള ദർശനം കിട്ടുകയും ചെയ്യും. ഇനി ദർശന സൗകര്യം കൂട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 18-ാം പടി കയറി കഴിഞ്ഞാൽ മുകളിലുള്ള ഓവർ ബ്രിഡ്ജ് ക്യൂവിലൂടെയാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം കഴിഞ്ഞ വർഷം പോലീസ്, അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ മാസമാണ് തോന്നുന്നുണ്ട്, ഒരു ചെറിയൊരു പരീക്ഷണം നടത്തിയിരുന്നു. നമ്മളും ഇതിനു മുമ്പേ നമ്മൾ നിർദ്ദേശിച്ച ഒരു വിഷയമാണ്. 18-ാം പടി കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് കൊടിമരമാണ്. കൊടിമരത്തോട് ചേർന്ന് മുന്നിൽ ഒരു മുൻ മണ്ഡപമുണ്ട്. അവിടെ ആ മണ്ഡപത്തിലൂടെ ആരെയും കടത്തിവിടുന്നില്ല. ഏതെങ്കിലും VIPs വന്നാൽ മാത്രമേ അതിനകത്തൂടെ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൂടെ ആർക്കും ദർശനം കിട്ടാനുള്ള സാധ്യതയില്ല. അതൊന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഈ 18-ാം പടി കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ നിന്നും നേരെ നമുക്ക് സ്വാമി അയ്യപ്പന് നമുക്ക് ദർശനം കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോയാലും ഇനിയിപ്പോൾ തിരുപ്പതിയിൽ പോയാലും ഒക്കെ നമ്മൾ ദർശനം കിട്ടുന്ന രീതിയിലേക്ക് നീളത്തിൽ സ്വാമിയെ ദർശിക്കുന്ന രീതി, അതായത് നീളത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം, അത് കുറച്ച് പൊക്കം കൂടിയതും പൊക്കം കുറവുള്ള അങ്ങനെ 2-3 പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുകയാണെങ്കിൽ, മരപ്പലകയിലൊക്കെയാണ് മറ്റു സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് കാലിലൊന്നും വലിയ അപകടമൊന്നും ഉണ്ടാവാത്ത രീതിക്ക് അവർക്ക് 2-3 തട്ടുകളിലായിട്ട് ഒരേ സമയം നിരനിരയായിട്ട് പോവാം. അപ്പോൾ പോകുന്ന ഭക്തരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ചിലപ്പോൾ 2-3-4 സെക്കൻഡുകൾ, ചിലപ്പോൾ ഒരു 5 സെക്കൻഡൊക്കെ സുഖമായിട്ട് ഒരു ദർശനം കിട്ടാനുള്ള അവസരമുണ്ട്. അതിനുള്ള നടപടികൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എളിയ അപേക്ഷ. ഇത് ആൾറെഡി നമ്മൾ വിവിധ സന്ദർഭങ്ങളിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളും അധികാരികളോടും പോലീസ് അധികാരികളോടും നമുക്ക് അറിഞ്ഞവരോടൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രേഖാമൂലം നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ നമ്മൾ ദേവസ്വം പ്രസിഡന്റിന്, അതുപോലെ ദേവസ്വം സെക്രട്ടറിക്ക്, ദേവസ്വം മിനിസ്റ്റർക്ക് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് നമ്മൾ കത്തയച്ചിരുന്നു. സർക്കാരിൻ്റെ ഈ പറഞ്ഞ വലിയ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ സെമിനാറൊക്കെ നടത്തുന്നതിന് മുന്നേ നമ്മൾ അയച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയും വരുന്ന തീർത്ഥാടകരെ കൈകാര്യം ചെയ്യാനും അതുപോലെ വരുന്നവർക്ക് നല്ല ദർശനം കിട്ടാനുള്ള അവസരം ഒരുക്കാൻ ഇത് വളരെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഇതൊരു വരുന്ന തീർത്ഥാടകർക്ക് സുഗമമായിട്ട് 18-ാം പടി ചവിട്ടുകയും അതിനുശേഷം നല്ല ദർശനം കിട്ടും. ഒരിക്കൽ നല്ല ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആരും ദർശനത്തിന് വേണ്ടി ഈ പറഞ്ഞ വീണ്ടും ക്യൂവിനകത്തേക്ക് തള്ളിക്കയറി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വരുന്ന വഴി എന്ന് വെച്ചാൽ നീലിമല മുതലുള്ള എല്ലാം അത് ഒരു കാനന പാതയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു ബോധവും സർക്കാരിനും ഇല്ല. അതുപോലെ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ വനം വകുപ്പായിരിക്കും അത് ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാം മാക്സിമം പരമാവധി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. പിന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞ് കോംപ്ലക്സുകൾ ഉണ്ടാക്കി, ഇപ്പോൾ തിരുപ്പതിയിലുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കുറേ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോംപ്ലക്സിനകത്ത് കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുന്ന പോലെയാണ് അവിടുത്തെ അവസ്ഥ. ഒന്ന് വൃത്തിഹീനം, രണ്ടാമത് എയറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ രോഗം വന്ന ആളുകളൊക്കെ, അസുഖം വന്ന ആളുകളൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള തോന്നലാണ്. ഇപ്പോൾ നമ്മൾ തിരുപ്പതിയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര മണിക്കൂർ വേണം അതിനകത്ത് സുഖമായിട്ട് കിടക്കാം. അവർക്ക് കുടിക്കാൻ പാല് അല്ലെങ്കിൽ പിന്നെ ആ സമയക്രമം അനുസരിച്ച് അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വയർ നിറച്ച് യഥേഷ്ടം കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ അതൊന്നും കിട്ടാനുള്ള സൗകര്യം മാത്രമല്ല, കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ക്യൂ കോംപ്ലക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മിനിമം ഒന്ന് വൃത്തിയാക്കി വെക്കുക. തൊട്ടടുത്ത ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് അടുത്ത് തന്നെ ഉള്ളത് അത് വൃത്തിയും വെടുപ്പാക്കി വെക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ടോയ്ലറ്റിനകത്തും മനുഷ്യൻ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കാട് മുഴുവൻ നാട്ടുകാർ ഒരു ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. മൂത്രപ്പുരകളൊക്കെ സൈഡിൽ ഉണ്ട്. അതൊക്കെ ബയോ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ കാട്ടിലേക്കാണ് ഒലിച്ചു പോകുന്നത്. ഇത് അവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല. അത് കാടിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും മലീമസമായ അന്തരീക്ഷത്തിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പോകുന്ന വഴികളിലൊക്കെ വഴിയോര കച്ചവടക്കാരുടെ ഒരു അപ്രമാദിത്വവും അതുപോലെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സ്വാമിമാർക്ക് നടക്കാൻ പോലും വഴിയില്ലാത്തൊരു സാഹചര്യത്തിൽ അതിൽ വഴിയോര കച്ചവടത്തിന് എന്തിനാ അത് വഴിയോര കച്ചവടം വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഈ പാവകളും അതുപോലെ ഈ സ്റ്റിക്കർ പൊട്ടും അതുപോലുള്ള എന്ന് വെച്ചാൽ തീർത്ഥാടനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധന സാമഗ്രികളാണ് അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ആരാണ് അനുവാദം കൊടുക്കുന്നത് എന്നുള്ളത് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇതിനകത്തെല്ലാം കൃത്യമായ ഓരോ കുഞ്ഞു കച്ചവടത്തിൻ്റെ ഇതിനും കൃത്യമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ അവിടെ ഒരു തട്ടിപ്പറിക്കൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് അവിടെ ആരൊക്കെ കയ്യൊക്കെ അവരെല്ലാവരും തട്ടിപ്പറിക്കും. അത് പോലീസുകാരായാലും വനംവകുപ്പുകാരായാലും ദേവസ്വം ബോർഡായാലും ഇനി വേറെ ഏതെങ്കിലും സംഘടനകളായാലും അതൊക്കെ അന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴും ഒരുപക്ഷെ തുടരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്വാമിമാർക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പോലും മാർഗമില്ലാത്തൊരു വഴിയിൽ ഇത്തരത്തിലുള്ള കച്ചവടം പൂർണ്ണമായിട്ട് നിരോധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇതേ വഴിയിലുള്ള ഭിക്ഷക്കാരുടെ ഒരു ശല്യം. അത് ഭിക്ഷക്കാരെന്ന് വെച്ചാൽ വെറുതെ ഭിക്ഷക്കാരല്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ലോഡ് കണക്കിന് ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് ആളുകളെയാണ് വഴിയിൽ ഭിക്ഷാടനത്തിന് വിട്ടിട്ടുള്ളത്. അത് കാലൊടിഞ്ഞതായിട്ടും കൈയൊടിഞ്ഞതായിട്ടും ദയനീയമായ അവസ്ഥയിലൊക്കെ കാണുന്ന ആളുകളെയൊക്കെ പണ്ട് പലപ്പോഴും പോലീസുകാർ വരെ ഓടിക്കുന്ന സമയത്ത് ഈ കെട്ടഴിച്ച് ഇവർ ഓടുകയാണ്, ഉൾക്കാട്ടിലേക്ക് ഓടുകയാണ്. അപ്പോൾ ഈ തീർത്ഥാടകരെ സംബന്ധിച്ച് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ പാവപ്പെട്ട ആളുകളാണല്ലോ എന്ന് പറഞ്ഞ് പൈസയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ സീസൺ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ്. കാശ് ഓരോ ദിവസവും 10,000 രൂപയൊക്കെയാണ് സമ്പാദിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഭിക്ഷാടനം എന്നുള്ളത് ഒരു ശരിയായ പ്രവൃത്തിയല്ല. പക്ഷേ ഈ സന്നിധാനത്ത് വന്ന് ഈ പറഞ്ഞ തീർത്ഥാടകരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഭിക്ഷാടനം ഒരു കാരണവശാലും അവിടെ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഭിക്ഷാടനം അവിടെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള മേഖലയാണ്. എങ്കിലും ഇവർ എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് വരുന്നു, ആരാണ് ഇവർക്ക് അനുമതി കൊടുക്കുന്നത്, ഏത് വഴിയിലാണ് വരുന്നത്? അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരം, അത് വനംവകുപ്പും ശക്തമായിട്ട് അതിനകത്ത് നടപടി എടുക്കണം. അതുപോലെ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണം. വനംവകുപ്പ് പറയും അത് ദേവസ്വം ബോർഡിന് കൊടുത്ത സ്ഥലമാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ദേവസ്വം ബോർഡ് പറയും ഈ കാടിനകത്ത് കൂടെയല്ല വരുന്നത്, അത് വനംവകുപ്പുകാരല്ല നോക്കേണ്ടതെന്ന് പറയും. പിന്നെ പോലീസുകാർ പറയും ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് യോജിപ്പില്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് തന്നെ ഇതിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരത്തെ ഈ പറഞ്ഞ ഒരു ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നടന്നു വരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്റ്റാമ്പേഡ് പോലുള്ള ആളുകൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളോ ഈ ശ്വാസം മുട്ടുന്ന അവസരങ്ങളോ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളോ ഒഴിവാക്കാൻ നേരത്തെ പറഞ്ഞ നമ്പർ അനുസരിച്ച്, അതായത് ഒരു മണിക്കൂറിൽ ഒരു 70 പേരോ 80 പേരോ മാത്രം കയറുന്ന രീതിക്കുള്ള ഒരു നിജപ്പെടുത്തൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ഈസി ആയിട്ട് 18-ാം പടി കയറുന്നു വെച്ചാൽ അവർ തിക്കും തിരക്കും ഇല്ലാതെ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്ന സൗകര്യം ഒരുക്കുക. അപ്പോൾ അതിന് എത്രയാണോ ആവശ്യം അവർ മാത്രം നമുക്ക് 18-ാം പടിയിലേക്ക് കയറ്റി വിടുക. അല്ല 18-ാം പടിയിൽ തൊട്ട് താഴെ ഇങ്ങനെ ഒരു 1000-2000 പേരെ ഒന്നിച്ച് കുത്തി നിറച്ച് നിർത്തുക. തൊട്ട് മുന്നിലുള്ള നടപ്പന്തലിൽ അതിനകത്ത് ഒരു 4000-5000 പേരെ അല്ലെങ്കിൽ 10000 പേരെ കുത്തി നിറച്ച് നിർത്തുക. ചിലപ്പോൾ 30-35,000 പേരെയൊക്കെ കുത്തി നിറച്ചാണ് നിർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സംവിധാനം അതിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പമ്പയിൽ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ഒരു ലൈനിൽ ഇങ്ങനെ നേരെ വന്ന് കയറി ഈസി ആയിട്ട് കണ്ടു പോട്ടെ. ഇതിനകത്ത് കൂടെ ഇങ്ങനെ കടത്തിവിടേണ്ട ആവശ്യം എന്താ?
അപ്പോൾ പമ്പയിലും അല്ലെങ്കിൽ നിലയ്ക്കലിലും ഒക്കെ തന്നെ ഈ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ പറഞ്ഞ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകളെ മാത്രം കടത്തിവിടുക. പിന്നെ വളരെ വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ആ സ്പോട്ട് ബുക്കിങ്ങിൽ കടത്തിവിടാനുള്ള ഒരു സംവിധാനം കാണുക. അതൊരു 4000, 5000, ഒരു 3000, ഒരു 5000 താഴെ ആളുകളെ മാത്രം കടത്തിവിടുന്ന രീതിക്കുള്ള ഒരു സംവിധാനം, അത് എമർജൻസി ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ മാത്രം കടത്തിവിടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിന് ഒരു ഈ പറഞ്ഞ നല്ലൊരു സുഖമായിട്ടുള്ള തീർത്ഥാടനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ 20 ദിവസത്തെ മകരവിളക്ക് സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പോകുന്ന മറ്റൊരു ഒരു പീക്ക് ടൈമാണ്. ആ സമയത്ത് ഇതേപോലെ ഡിസംബർ 31, ജനുവരി 1, 2, 3, 4 തീയതികളിൽ നല്ല തിരക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് 5, 6, 7, 8, 9, 10, 11 വരെ അല്പം തിരക്ക് കുറവായിരിക്കും. ഞാൻ പറഞ്ഞ നോർമൽ ഇതിലാണ് പറയുന്നത്, നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് പറയുന്നത്. പിന്നെ ഒരു 10, 11 ശേഷം വരുന്ന ആളുകളെല്ലാം മകരവിളക്ക് കാണാൻ വേണ്ടി സന്നിധാനത്ത് കാവൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനുശേഷം അതായത് 11 മുതൽ വരുന്നവർ എവിടെയെങ്കിലുമൊക്കെ കെട്ടിടങ്ങളുടെ മുകളിലും മരത്തിൻ്റെ തണലിലും കാട്ടിലും അതുപോലെ പുല്ലുമേട്ടിലും ഈ അടിയിലൊക്കെ നിന്ന് തീയിട്ട് അവിടെ തന്നെ താമസിക്കുക. അവസാനം തീ പടർന്നു പോയിട്ട് ആളുകൾക്ക് അപകടം ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ മകരവിളക്ക് സമയത്ത് ഇതുപോലെ ആളുകൾ തിരക്ക് കൂട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പം തന്നെ ആലോചിച്ച് അതിൻ്റെ നടപടി എടുക്കണം. അതായത് വിർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെക്ക് ചെയ്ത് ഈ മകരവിളക്ക് സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത ഒരു സാഹചര്യം. മകരവിളക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പന്തളം രാജകുടുംബം പറയുന്നത് മകരജ്യോതി എന്ന് പറയുന്നത് ഈ മലയുടെ മുകളിൽ കത്തിക്കുന്ന ആ തീയല്ല. ആളുകളെല്ലാം വിചാരിക്കുന്നത് മലയുടെ മുകളിൽ എന്തോ അത്ഭുതകരമായിട്ട് തീ കത്തുന്നു എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡും നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയുള്ള ഒരു സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ആചാര രീതിയിലുള്ള ചില സംഭവം മാത്രമാണ്. അതൊരിക്കലും ഈ പറഞ്ഞ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. പണ്ട് ഈ മലയേറിയ മലമണ്ടാര സമുദായക്കാരാണ് ഈ പറഞ്ഞ മകരസംക്രമ സമയത്ത് അവിടെ പൂജ ചെയ്തിരുന്നത്. അത് മാറിയിട്ട് അതിനെ ഒരു ചടങ്ങാക്കി മാറ്റി ഈ യഥാർത്ഥത്തിൽ പൂജ നടക്കേണ്ട മകരസംക്രമ സമയത്ത് പൂജ നടക്കുമ്പോൾ സന്നിധാനത്ത് തിരിഞ്ഞ് അവിടെ ദർശനം നടത്തേണ്ട സമയത്ത് നേരെ തിരിഞ്ഞു നിന്ന് മലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പന്തളം കൊട്ടാരം പറയുന്നത് ഈ പറഞ്ഞ മകര നക്ഷത്രം ഉദിക്കുന്ന അതാണ് മകരസംക്രമമായിട്ട് പറയുന്നത്. അതാണ് യഥാർത്ഥ മകരസംക്രമ സമയം. അത് വൈകുന്നേരം മാത്രമല്ല, ചിലപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും, ചിലപ്പോൾ 4 മണിക്കായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ ആയിരിക്കാം. ആ മകരസംക്രമത്തിനാണ് പ്രാധാന്യം. അന്നേ ദിവസം വൈകുന്നേരമുള്ള ആ ഒരു പൂജയ്ക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മകരവിളക്ക് ദിവസം അവിടെ നിന്ന് മലയുടെ മുകളിൽ ഈ 3 പ്രാവശ്യം ഈ കത്തുന്ന ഈ പറഞ്ഞ ദീപത്തെ കാണാൻ വേണ്ടി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോധ്യപ്പെടൽ വെച്ച് വെറും മണ്ടത്തരമാണ്. ആ ഭാഗത്ത് ആ സമയത്ത് അഥവാ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദേവനെ നോക്കിയിട്ട് അവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അവിടെ കാത്തു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. ദീപാരാധനയ്ക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് മണ്ഡല മകരവിളക്ക് പൂജ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും സ്വസ്ഥമായ രീതിക്കുള്ള ഒരു തീർത്ഥാടനം നടത്താനായിട്ടുള്ള ഒരു മിനിമം സൗകര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഒരുക്കി കൊടുക്കണം. തീർത്ഥാടകരുടെ ആവശ്യം, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായ പഠനം നടത്തിയത് ഞാൻ ആൾറെഡി പല പ്രാവശ്യം പറഞ്ഞതാണ്. എങ്കിൽ പോലും തീർത്ഥാടകരുടെ ആവശ്യം അവിടെ വലിയ കെട്ടിടങ്ങളോ ഒന്നുമല്ല, വലിയ ബിൽഡിങ്ങുകളും മാളുകളും ഒന്നുമല്ല, വലിയ കച്ചവടങ്ങളോ ഒന്നുമല്ല. അവർക്ക് സ്വസ്ഥമായിട്ട് 18-ാം പടി കയറി സ്വാമി അയ്യപ്പനൊന്ന് ദർശനം കാണുക. ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രസാദം, കുടിക്കാനുള്ള വെള്ളമോ, അല്പനേരം വിശ്രമിക്കുക, 1-2 മണിക്കൂർ അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യമോ, ഈ സമയം കൊണ്ട് അവിടെ നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകം ചെയ്യാനുള്ള ഒരു സൗകര്യമോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിന്ന് കുഞ്ഞു പ്രസാദം, ചിലപ്പോൾ അവിടെ വെള്ളപ്പൊങ്കൽ കിട്ടും, ചിലപ്പോൾ പായസം കിട്ടും. ഇതും എടുത്ത് അവർക്ക് തിരിച്ചു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ നിലവിൽ ഉള്ള കെട്ടിടങ്ങളൊന്നും തന്നെ അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കെട്ടിടങ്ങൾ മുഴുവനും അവിടെ പൊളിച്ചു കളഞ്ഞ് അതൊരു കാനന ക്ഷേത്രമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ട് വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ തീർത്ഥാടനം കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഈ വരുന്ന തീർത്ഥാടകരുടെ സൗകര്യം എന്നുള്ള പറഞ്ഞ് ചെയ്യുന്ന കാര്യത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാനനമായിട്ട് നിലനിൽക്കണം, കാനനക്ഷേത്രമായിട്ട് നിലനിൽക്കണം. ആ വിശ്വാസം എന്നുള്ളത് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള ഒരു തീർത്ഥാടനമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്, യഥാർത്ഥ സ്വാമി ഭക്തന്മാരെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്ന ശ്രീ ജയകുമാർ സാർ IAS സാർ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിക്കാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു തീർത്ഥാടനം ആശംസിക്കുന്നു. ഭാവിയിലും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാമി ശരണം.